എല്ലാവർക്കും നവരാത്രിയുടെ 8ാം ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദേവീഭാവം എന്ന് പറയുന്നത് മഹാഗൗരിയാണ്. ഇതിനോടനുബന്ധിച്ച് 2 കഥകളാണ് കേട്ടോ ഞാൻ കേട്ടിരിക്കുന്നത്. ഒന്നാമതായി മഹാദേവനെ വിവാഹം കഴിക്കുവാനായി പാർവതീദേവി തപസ് അനുഷ്ഠിക്കുമ്പോൾ ആ ഒരു നീണ്ടകാലത്തെ തപസ്സിനോടനുബന്ധിച്ച് ദേഹം മൊത്തവും പൊടിപടലങ്ങളും അഴുക്കും ചേർന്ന് കറുത്ത രൂപത്തിലാകുകയും വരം കൊടുത്തതിന് ശേഷം മഹാദേവൻ തൻ്റെ ഗംഗാജലം കൊണ്ട് ദേവീനെ കഴുകി വെളുത്ത നിറത്തിലേക്ക് മാറ്റി, പാൽ പോലെ വെളുത്ത നിറത്തിലേക്ക് മാറ്റി എന്നുള്ളതാണ്. രണ്ടാമത്തെ കഥയിൽ എന്താണ് കേട്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശുംഭ നിശുംഭന്മാരെയും രക്തബീജന്മാരെയും ഒക്കെ നിഗ്രഹിച്ചതിന് ശേഷം ദേവി യുദ്ധത്തിനൊടുവിലുള്ള ആ ഒരു ഭയാനക രൂപം, കറുത്തിരുണ്ട രൂപം കഴുകിക്കളയാനായിട്ട് ബ്രഹ്മാവിനോട് ആവശ്യപ്പെടുകയും അങ്ങനെ ബ്രഹ്മദേവൻ്റെ ഉപദേശപ്രകാരം മാനസരോവരത്തിൽ പോയി നീരാടി വന്നതിന് ശേഷമുള്ള ദേവിയുടെ രൂപമാണ് മഹാഗൗരി രൂപമെന്നും കേട്ടിട്ടുണ്ട് കഥയായിട്ട്. അപ്പോൾ ഏതായാലും മഹാദേവിയുടെ രൂപത്തിൽ അങ്ങനെ തന്നെയാണ്. നല്ല വെളുത്ത് തൂവെള്ള പാൽ പോലെ ഇരിക്കുന്ന ദേവിയാണ് മഹാഗൗരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളർ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീക്കോ ഗ്രീൻ ആണ്. അതേപോലെ ഇന്നത്തെ പ്രത്യേകത, നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും ഇന്നാണ് പൂജ വെക്കുന്നത്. ത്രിസന്ധ്യ നേരത്ത് അഷ്ടമി വരുന്ന സമയത്താണ് പൂജവെപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് വൈകുന്നേരം 4:30 വരെയാണ് സപ്തമി ഉള്ളത്. 4:30ക്ക് ശേഷം സന്ധ്യാനേരങ്ങളിലൊക്കെ അഷ്ടമിയാണ്. എന്നാൽ നാളെ 30-ാം തീയതി വൈകുന്നേരം 6 മണി വരെ മാത്രമേ അഷ്ടമി ഉള്ളൂ. അതിനുശേഷം 6 മണിക്ക് ശേഷം സന്ധ്യാനേരം നവമിയാണ്. ആ സമയത്ത് നമ്മൾ പൂജ വെക്കാറില്ല. അഷ്ടമിയിൽ തന്നെ പൂജ വെക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരമാണ് പൂജ വെക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി നവരാത്രി.